ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഒഴിവുള്ള 3 സീറ്റുകളിലേക്ക് 4 പേരാണ് മത്സരരംഗത്തുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഹമ്മദ് പട്ടേലിന് തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. തന്ത്രങ്ങൾ മെനയാൻ അമിത്ഷായും ഇന്നലെ തന്നെ ഗുജറാത്തിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? സൗമ്യ, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഗുജറാത്ത് നിയമസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്നും ഒഴിവുള്ള 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ BJPയുടെ 2 സ്ഥാനാർത്ഥികൾ, അതായത് BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഇവരുടെ വിജയം ഉറപ്പാണ്. എന്നാൽ 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒഴിവുള്ള 3ാമത് സീറ്റിന് വേണ്ടിയാണ് വളരെ ശക്തമായ മത്സരം നടക്കുന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിലെത്തിയ കോൺഗ്രസിന് നേരത്തെയുള്ള ചീഫ് വിപ്പ് കൂടിയായ ബൽവന്ത് സിംഗ് രജപുത്താണ് BJPയുടെ സ്ഥാനാർത്ഥി. അതേസമയം തന്നെ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ BJP കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ വളരെയധികം പ്രചരണം നടത്തുകയും കുതിര കച്ചവടത്തിനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അഹമ്മദ് പട്ടേലിന് വിജയിക്കണമെങ്കിൽ 45 വോട്ടുകളാണ് വേണ്ടത്. എന്നാൽ കോൺഗ്രസിന്റെ MLA മാർ ബാംഗ്ലൂരിലെ റിസോർട്ടിൽ താമസിപ്പിച്ച് തിരികെ എത്തിച്ച MLA മാരുടെ എണ്ണം 44 MLA മാരാണ്. നിലവിൽ 51 MLA മാരുടെ പിന്തുണ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസിനുണ്ട്. പക്ഷേ ഈ 44 കഴിഞ്ഞ് ബാക്കിയുള്ള 7 പേരുടെ കാര്യത്തിൽ ഉറപ്പില്ല. ഇവർ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ഇവരുടെ വോട്ട് വളരെ നിർണായകമാകും. കോൺഗ്രസ് MLA മാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ ചർച്ചകളാണ് ഇതിനിടയിൽ നടന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. മറ്റൊരു കാര്യം, 2 സീറ്റുകൾ 2 MLA മാർ NCPക്കും 1 MLA JDUവിനുമുണ്ട്. NCPയുടെ നിലപാട് ഇന്നലെ രാത്രി വൈകി വരെയും വ്യക്തമാക്കിയിരുന്നില്ല. കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ ഇന്നലെ രാത്രി NCP നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. BJPയെ പിന്തുണയ്ക്കും NCP അറിയിച്ചിട്ടുള്ളത്. അതോടെ അഹമ്മദ് പട്ടേലിന്റെ നില വീണ്ടും പരിങ്ങലിലായി. പിന്നീടുള്ള 1 സീറ്റ് JDUവിനാണ്. JDU MLA പറഞ്ഞിരിക്കുന്നത് തന്റെ മണ്ഡലത്തിന് ഗുണകരമായ രീതിയിൽ വോട്ട് വിനിയോഗിക്കും എന്നാണ്. സ്വാഭാവികമായും കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJPക്കായിരിക്കും ആ വോട്ട് പോകാനുള്ള സാധ്യത. കാരണം ഇപ്പോൾ ബീഹാറിൽ ഉൾപ്പെടെ BJPയുമായി JDU സഖ്യത്തിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അഹമ്മദ് പട്ടേലിന്റെ നില വളരെ പരുങ്ങലിലാണ്. ഈ ഇടഞ്ഞു നിൽക്കുന്ന 7 MLA മാരുടെ കോൺഗ്രസ് MLA മാരുടെ വോട്ടുകളായിരിക്കും നിർണായകമാകുക. വൈകുന്നേരം 4 മണി വരെ വോട്ടെടുപ്പ് നടക്കും. ഏതാണ്ട് 6 മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും. സൗമ്യ, ഏതായാലും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം. രാജേന്ദ്രൻ, പക്ഷേ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന് പിന്നിൽ നടന്നിട്ടുള്ള വലിയ നാടകങ്ങളും ഒക്കെ തന്നെയും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. എങ്ങനെയാണ് ഇത് സുപ്രധാനമാകുന്നത്? ഇത് സുപ്രധാനമാകുന്നത് പ്രധാനമായും ഒരേ സമയം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവായ അഹമ്മദ് പട്ടേലിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വം എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഗുജറാത്തിൽ നിന്നുമുള്ള ഒരു രാജ്യസഭാംഗമാണ്. ദീർഘകാലമായി ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാംഗമാണ്. സോണിയാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ എല്ലാം വിശ്വസനാണ്. ഇവരുടെ എല്ലാം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 2 പേർക്കും നമുക്കെല്ലാവർക്കും അറിയാം, പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലിയ പരിജ്ഞാനമുള്ള ആൾക്കാരല്ല. ഇവരെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുന്ന ഒരു നേതാവാണ് അഹമ്മദ് പട്ടേൽ. ആ അഹമ്മദ് പട്ടേലിന് ജയിച്ചു കയറാൻ ആവശ്യമായ കോൺഗ്രസ് MLA മാരുടെ അംഗബലം ഗുജറാത്ത് നിയമസഭയിലുണ്ട്. പക്ഷേ അവരെ പാർട്ടിയിൽ ഒരുമിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കോൺഗ്രസ് കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ, രാജ്യത്തെ മതേതര പാർട്ടികളെല്ലാം ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടത്തിൽ, സ്വന്തം സംസ്ഥാനത്തെ സ്വന്തം പാർട്ടിയിലെ MLA മാരെ പോലും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശേഷിയില്ലാത്ത നേതാവാണ് സമുന്നതനായ കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്, ശങ്കർ സിംഗ് വഗേല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു BJPക്കാരനായിരുന്നു. സംഘപരിവാറിന്റെ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു കുറേ കാലം. അതിനുശേഷം അദ്ദേഹം BJPക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നത്. അതോടുകൂടി ഹിന്ദുത്വത്തെ നേരിടാൻ ഒരു മൃദു ഹിന്ദുത്വ മുഖം വേണം എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ശങ്കർ സിംഗ് വഗേലയെ അവിടുത്തെ PCC അധ്യക്ഷനാക്കി, പ്രതിപക്ഷ നേതാവാക്കി. വഗേലയായിരുന്നു കോൺഗ്രസിന്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവുമായി
അദ്ദേഹം തെറ്റി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ BJP-യുമായി അടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പറഞ്ഞത് തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് അഹമ്മദ് പട്ടേൽ. അതുകൊണ്ട് ഒരു കാരണവശാലും തന്നെ ഞാൻ അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിക്കാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടുകൂടി കോൺഗ്രസ് ദീർഘകാലമായി BJP-യെ നേരിടാനുള്ള ഒരു നേതാവെന്ന രീതിയിൽ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരു നേതാവ്, ഒരു കോൺഗ്രസിന്റെ ഉന്നതനായ ഒരു നേതാവ് ഒരു നിർണായക ഘട്ടത്തിൽ BJP-യോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ തിരിച്ചടി. മൂന്നാമത്തെ തിരിച്ചടി എന്ന് പറയുന്നത് മതേതര കക്ഷികളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു സമയമാണിത്. അതിനൊരു കാരണവശാലും തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. അതായത് NCP പറയുന്നത്, NCPക്ക് അവിടെ ശക്തിയുണ്ട്. NCP പറയുന്നത് തങ്ങളുടെ MLA-മാർ ഒരു കാരണവശാലും തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യോടൊപ്പം എന്നാണ്. മറ്റൊന്ന് JDU മറുകണ്ഠം ചാടിയിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി മതേതര പാർട്ടികളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിക്കില്ല, കോൺഗ്രസ് സ്വന്തം MLA-മാരെ ഒപ്പം നിർത്താൻ സാധിക്കില്ല. വഗേലയെ പോലുള്ള ഉന്നതരായ നേതാക്കൾ പോലും നിർണായക ഘട്ടത്തിൽ ഒപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നിലനിൽപ്പാണ്. എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇനി നിലനിൽക്കേണ്ടത് എന്നതുപോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അന്ന് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ പോലും പാർട്ടി വളരെ ശക്തമായിരുന്നു. അധികാരം മാത്രമാണ് ഇല്ലാതിരുന്നതിൽ കൂടി സംഘടനാ തലത്തിലെല്ലാം തന്നെ പാർട്ടി വളരെ ശക്തമായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു വളരെ ശക്തയായ ഒരു നേതാവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിക്ക് ദീർഘകാലം AB വാജ്പേയി ഈ അധികാരത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ആ ഘട്ടത്തിൽ, അതുപോലെ VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ, ദേവഗൌഡ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ, IK ഗുജറാൾ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ, ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പാർട്ടിക്ക് അധികാരമില്ലായിരുന്നു. അപ്പോൾ അധികാരമില്ലാതെ, കേന്ദ്രത്തിൽ അധികാരമില്ലാതെ എങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണമെന്നതായിരുന്നു അന്ന് നേരിട്ടുന്ന ഒരു പ്രതിസന്ധി. എന്നാൽ അത്തരം പ്രതിസന്ധികളെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി തരണം ചെയ്യാൻ കോൺഗ്രസ് സാധിച്ചു. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വലിയ അപകടത്തിലാണ്. ഈ അപകടത്തെ എങ്ങനെ നേരിടണമെന്നതിനെ പറ്റി ഒന്നും അറിയാതെ പകച്ചു നിൽക്കുകയാണ് തൻ്റെ പാർട്ടി എന്ന് ജയറാം രമേശിനെ പോലുള്ള ഉന്നതനായൊരു നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനകത്തുള്ള പ്രതിസന്ധി അത് അതിരൂക്ഷമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസിനെ നമുക്കിപ്പോൾ ഒരു നമ്പർ 2 നേതാവ് എന്ന് പറയുകയാണെങ്കിൽ സംഘടനാ തലത്തിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അധികം താമസിയാതെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുക്കും. എന്നാൽ അത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവാണ് അഹമ്മദ് പട്ടേൽ. അദ്ദേഹത്തിന് സ്വന്തം സംസ്ഥാനത്ത് ജയിച്ചു വരാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അതിന് സാധിക്കില്ല ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിനകത്ത് അഹമ്മദ് പട്ടേൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, പരാജയപ്പെടാനാണ് എല്ലാവിധ സാധ്യതകളും, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് അങ്ങേയറ്റം തിരിച്ചടിയായിരിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെ ഈ ഭൂരിപക്ഷം ഉണ്ടാക്കി എന്നതിനായിരിക്കും BJP മറുപടി പറയേണ്ടി വരിക. കാരണം വലിയ രീതിയിലുള്ള കുതിര കച്ചവടം, അവിടെ 10 കോടി രൂപ വീതമാണ് കോൺഗ്രസിലെ MLA-മാർക്ക് മറുകണ്ഠം ചാടാനായി വാഗ്ദാനം ചെയ്തത്. ഇതിനകം തന്നെ കുറെ MLA-മാരെ ഈ അപ്പുറത്തേക്ക് BJP-യിലേക്ക് അമിത്ഷാ ഇടപെട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിലുപരിയായി ഇനിയിപ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു ജയസാധ്യതയുള്ള, ഇപ്പൊ സിറ്റിംഗ് MLA-മാരിൽ ജയസാധ്യതയുള്ള വലിയൊരു വിഭാഗം കോൺഗ്രസ് MLA-മാരെ BJP-യിൽ ചേർക്കാനുള്ള അണിയറ നീക്കങ്ങൾ ഇതിനകം തന്നെ തകൃതിയായി നടന്നിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ വലിയ തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ വീണ്ടും മത്സരിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ, വലിയ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുജറാത്തിൽ അത് BJP-യുടെ ഒരു ശക്തി കേന്ദ്രമാണെന്ന് അറിയപ്പെടുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു വരികയാണ്. ഒരു വശത്ത് പട്ടേൽമാരുടെ സമരങ്ങൾ, അതോടൊപ്പം തന്നെ ജിഗ്നേഷ് മെർവാനിയുടെ നേതൃത്വത്തിൽ ദളിതരുടെ സമരങ്ങൾ, കർഷകരുടെ സമരങ്ങൾ. ഈ രീതിയിൽ അവിടെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. ഗുജറാത്തിൽ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൽ, അത് പ്രധാനമായും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കുകയല്ലാതെ വീണ്ടും ഗുജറാത്തിൽ അധികാരത്തിൽ വരാൻ BJP-ക്ക് സാധിക്കില്ല എന്ന് അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം തന്നെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവോടെയാണ് ഇവർ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തെ തന്നെ വിലയ്ക്ക് വാങ്ങുക, അവരെ BJP-യിൽ ചേർക്കുക എന്നൊരു തന്ത്രം അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്.
ആ തന്ത്രം ലക്ഷ്യം കാണുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ രാജേന്ദ്രൻ, നമുക്കറിയാം BJPയുടെ ഒരു അജണ്ട ഈ വിഷയത്തിൽ മറുഭാഗത്ത് ഒരു മതേതര മുന്നണി ഉയർത്തിക്കൊണ്ടുവരുന്ന ആ വിധത്തിൽ സഖ്യങ്ങൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും BJP ആദ്യം ലക്ഷ്യം വെച്ചത് കോൺഗ്രസ് രഹിത ഭാരതം എന്ന ആ ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം ഇതിനു മുൻപും വലിയ കോൺഗ്രസിന്റെ നെടുന്തൂണുകളായി നിന്ന പലരും മറുകണ്ഠം ചാടി BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ അഹമ്മദ് പട്ടേലിനെ ഈ വിധത്തിൽ കുറുക്കുമ്പോൾ, സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയാണ്, തുടർച്ചയായി MP ആയിട്ടുള്ള ആളാണ്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ശ്രീ A സമ്പത്ത് MP ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സമ്പത്ത്, ശങ്കർ സിംഗ് വഗേല വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുന്നു BJPക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന്. കാൽക്കുലേഷനുകളെല്ലാം ഒരുപക്ഷെ വലിയ കാൽക്കുലേഷനുകൾ അല്ലായിരുന്നു എങ്കിൽ കൂടിയും എങ്ങനെയും സ്വരുക്കൂട്ടിയ ഒരു കാൽക്കുലേഷനുകൾ ഉണ്ടായിരുന്നു അഹമ്മദ് പട്ടേലിന് മുന്നിൽ. പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. ശ്രീ സമ്പത്ത്, ഇവിടെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ബൂർഷ്വാ പാർട്ടികൾ, ബൂർഷ്വ എന്നൊരു പദപ്രയോഗം ഒരു മാർക്സിസ്റ്റ് പദപ്രയോഗമാണ് എന്ന് പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഈ രണ്ടു പാർട്ടികളും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന് അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളാണ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ രണ്ട് പാർട്ടികളും തുടരുന്നതായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിന്റെ നവലിബറൽ സാമ്പത്തിക നയങ്ങളെ വർഗീയത കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് BJP അതിനെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഒന്ന്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്ത് ഒരു നേതൃത്വ പ്രതിസന്ധി BJP നേരിടുകയാണ്. കാരണം മോദിക്ക് തുല്യമായി അത്തരത്തിൽ പ്രകടിപ്പിക്കാനായി, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായി ഒരു നേതാവിനെ അവർക്ക് ലഭ്യമല്ല. മുഖ്യമന്ത്രിമാരെ തന്നെ മാറ്റേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെത്തി. അവിടെ ജനങ്ങൾ ഗവൺമെന്റിന്റെ നയങ്ങൾക്കും പരിപാടികൾക്കും എതിരായി അവർ ശ്രദ്ധിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്, രംഗത്ത് വരികയാണ്. നിരവധി പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പോലീസ് വെടിവെപ്പുകളടക്കം തുടരെ ഉണ്ടായതാണ്. ഇവിടെ ഇത് രാഷ്ട്രീയമായി ഇക്കാര്യത്തെ, ജനങ്ങളുടെ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുവരാനും ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനുമുള്ള രാഷ്ട്രീയ സംവിധാനം വാസ്തവത്തിൽ ഇന്ന് കോൺഗ്രസിന് അതിനുള്ള കരുത്ത് ഇല്ല എന്ന് പറയേണ്ടതായി വരും. രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റിനെ ഗുജറാത്തിൽ വെച്ച് ആക്രമിച്ചിട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഭടൻ ഒരു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കല്ല് വാഹനത്തിൽ കൂടുന്ന വാഹനത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞതും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു BJP നേതാവ് കൂടിയാണ്. ഇതിൽ ഒരു ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പോലും കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസ് മാറിപ്പോയി. ഈ MLA-മാരെ, സ്വന്തം MLA-മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നുള്ള നിലയിലേക്ക് അവരെ പോച്ചിങ് നടത്തുന്നതിന് വേണ്ടി, ഇംഗ്ലീഷിൽ അത്തരത്തിലുള്ള ഒരു പദപ്രയോഗമാണ് പോച്ചിങ് എന്നുള്ളത്. BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ പോച്ചിങ് ആണ്. അത് തങ്ങളുടെ രാഷ്ട്രീയ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരായ MLA-മാരെ, MP-മാരെ എല്ലാം ഒന്നുകിൽ വിലക്കെടുക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ള നിലയിലേക്ക്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അല്യൂർമെന്റ് ആൻഡ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ബീഹാറിൽ നടത്തിയത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഗോവയിലും മണിപ്പൂരിലും എല്ലാം അധികാരത്തിലേക്ക് വന്നത്. ബീഹാറിൽ രാഷ്ട്രീയമായ അട്ടിമറി നടത്തി ഇത്തരത്തിൽ നിതീഷ് കുമാറിന്റെ ഒരു ഗവൺമെന്റ്, അത് ലല്ലുവിന്റെ പാർട്ടിയുമായി ഉണ്ടായിരുന്ന സഖ്യം, ആ സഖ്യം പൊളിച്ച് പകരം ആ സഖ്യത്തിനകത്തേക്ക് ഗവൺമെന്റിലേക്ക് ചാടിക്കയറി വരുന്ന നിലയിലേക്കെല്ലാം വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, രാജ്യസഭയിൽ ഒന്നും ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി 10 MP-മാരെ ഉണ്ടാക്കുന്നതിന്, ആ 10 MP-മാരെ കൂടെ നിർത്തുക, അങ്ങനെയാണ് എങ്കിൽ അതിന് ആ സംസ്ഥാനത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ അട്ടിമറി നടത്തുക. ഇപ്പോൾ ഗുജറാത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ MLA-മാരെ ഈ വിധത്തിൽ വിലക്കെടുക്കുകയും പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. ശങ്കർ സിംഗ് വഗേല BJP ആയിരുന്നു, BJP നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു. അത് ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആവുകയും ഇന്നത്തെ BJP നാളത്തെ കോൺഗ്രസ് ആവുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിരം നാടകം തന്നെയാണ് നടക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നാലും ആ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രണ്ട് പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനാരോഗ്യപരമായിട്ടുള്ള പ്രവണതകളും ഈ ജനങ്ങളുടേതായുള്ള രാഷ്ട്രീയ അവകാശത്തെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനായി, അതായത് നമ്മുടെ എല്ലാം
ആർക്കെല്ലാം രാഷ്ട്രീയ അവകാശം എന്നത് ദി പൊളിറ്റിക്കൽ റൈറ്റ് ഓഫ് ദ പീപ്പിൾ, ഇറ്റ് ഈസ് ഓൾസോ ജസ്റ്റ് ലൈക്ക് എനി അതർ കമ്മോഡിറ്റി വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് ഫ്രം അക്രോസ് ദ കൗണ്ടർ ഓർ ഇൻ ദ മാർക്കറ്റ് എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ ഈ ആളുകളെ വില കൊടുത്ത് ആളുകളുടെ വോട്ട് വാങ്ങിക്കുക, MLA-മാരുടെയും MP-മാരുടെയും വോട്ടുകളെല്ലാം അത്തരത്തിൽ വാങ്ങുക, ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. അങ്ങേയറ്റം അഴിമതിയിലാണ്ടാണ് ഇപ്പോൾ ഓരോ ദിവസവും BJP-യുടെ കേന്ദ്ര ഗവൺമെന്റും അതിന്റെ പല നേതാക്കളും പല സംസ്ഥാനങ്ങളിലും എത്തപ്പെട്ടിട്ടുള്ളത്. ഇത്തരം ഒരു വൈതരണിയിൽ അധികാരം ഉറപ്പിക്കുക, എല്ലായിടത്തും ഭൂരിപക്ഷം ഉണ്ടാക്കുക, ഞങ്ങളൊരു പാർട്ടി മാത്രം മതി എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ഒരു ഏകശിലാവാദത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ശ്രീ സമ്പത്ത് അങ്ങനെ പറയുമ്പോഴും, അതായത് ഒരുപക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു യാതൊരു തരത്തിലും നീതീകരിക്കാനാകാത്ത ഒരു തരത്തിലുള്ള കുതിരക്കച്ചവടമാണ് നടക്കുന്നതെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ വഗേലയുടെ വിഷയത്തിൽ ഒരുപക്ഷെ ആ വിധത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ നമുക്ക് കുറ്റപ്പെടുത്തി പറയാം. പക്ഷേ അത്തരത്തിൽ ഒരു പൂർണ്ണ വിശ്വാസം സ്വന്തം MLA-മാരിൽ പോലും വെക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് അധപ്പതിച്ചു. അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള ഈ മുതിർന്ന കോൺഗ്രസ് നേതാവിന് പോലും അവിടെ നിലനിൽപ്പില്ല എന്നൊക്കെ പറയുന്നിടത്ത് ഇത്തരം കുതിരക്കച്ചവടങ്ങളിൽ തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അവിടെ ഒരുപക്ഷെ ഭാവിയിലെ നേതൃമാറ്റമോ രാഹുലിന്റെ വരവോ ഒക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൂടി കോൺഗ്രസ് പോകുന്നു എന്നൊരു സാഹചര്യം തന്നെയല്ലേ? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും പഴക്കവും പാരമ്പര്യവുമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി നേരിടുന്നതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തന്നെ ഇന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യമായി പല കോൺഗ്രസ് നേതാക്കളും ഞങ്ങളോട് പലപ്പോഴും പറയാറുണ്ടായിരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ചിലരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീ ജയറാം രമേശ് തന്നെ ഇന്ന് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു, കോൺഗ്രസ് അതിന്റെ നയപരിപാടികളിൽ പുനഃപരിശോധന നടത്തണം എന്നുള്ളത്. ഇവിടെ ഈ രാഷ്ട്രീയ മേലാളന്മാർക്ക് കുഴലൂത്ത് നടത്തി തങ്ങളുടെ നേതാക്കളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സമ്മേളനങ്ങൾ നടത്തി ഭക്ഷണം കഴിച്ച് പിരിയുന്ന നിലയിലേക്ക് അവരുടെ സമ്മേളനങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള സമ്മേളനങ്ങൾ പോലും നടത്താനോ തെരഞ്ഞെടുക്കപ്പെട്ടതായ അവരുടെ കമ്മിറ്റികളെ അവരോധിക്കാനോ കഴിയാത്തതായിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിക്ക് സ്വന്തം MLA-മാരിൽ വിശ്വാസമില്ലാത്ത നിലയിലേക്കും MLA-മാർ പണം കൊടുത്താൽ ഇങ്ങനെ ഈ ചാക്കുകെട്ടുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നത് പോലെ അവരടക്കം അങ്ങനെ ഈ സ്വിച്ച് ഓവർ ചെയ്യുന്ന നിലയിലേക്കും എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യം എത്രമാത്രം അപഹാസ്യവും ബീഭത്സവുമായ നിലയിലേക്ക് BJP മാറ്റിയിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളെല്ലാം BJP നടത്തുന്നതും കോൺഗ്രസ് അതിന് വിധേയമാകുന്നതും എന്നൊക്കെ പറയുമ്പോൾ ചരിത്രം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 70ാമത് വാർഷികവും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ 75ാം വാർഷികവും എല്ലാം ആഘോഷിക്കുന്നു എന്ന് വല്ലാതെ വീരവാദം മുഴക്കുന്ന ദേശീയ നേതാക്കന്മാരടക്കം ഇത്തരം കാര്യങ്ങളെ ഓർത്ത് ലജ്ജിക്കേണ്ടതല്ലേ? പക്ഷെ അവിടെയും എന്തുകൊണ്ട് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനാകുന്നില്ല? സ്വാഭാവികമായും ഇവിടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ജനവിരുദ്ധ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണെങ്കിലും അല്ലാതെ തന്നെ ദേശീയ തലത്തിലാണെങ്കിലും നിരവധിയായ വിഷയങ്ങളുണ്ട്. കർഷക പ്രക്ഷോഭം അടക്കം സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെയൊക്കെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളുടെ ഒക്കെ കൂടി ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിന്റെ ഒക്കെ കൂടി ഒരു റിസൾട്ട് തന്നെയല്ലേ? കോൺഗ്രസ് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാറുമില്ല. ഇന്നത്തെ സംഘടനാ സംവിധാനം വെച്ച് അത്തരത്തിൽ അവർക്ക് കഴിയുകയുമില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ത് എന്ന് മനസ്സിലാക്കി ഇവിടെ വർഗീയതക്കെതിരായിട്ടുള്ള ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഐക്യനിര, ഞാനതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമോ തെരഞ്ഞെടുപ്പ് ധാരണയോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്, അത് നിരവധി പോരാട്ടമുഖങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പരമായ പങ്കുവഹിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇന്ദുപ്പാപ്പാക്ക് ഒരു ആനയുണ്ടാറുന്നു എന്നുള്ളത് പോലെ കൊയ്യാന എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ ഈ പഴയ ചില കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ ഓർത്തയവിറക്കി അതിന്റെ ഒരു സുഖത്തിൽ ഇങ്ങനെ ലയിച്ച് തീരുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്നതായ ദുര്യോഗം. ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് വല്ലാത്തതായിട്ടുള്ള ഈ കോർപ്പറേറ്റുകളുടെ കൊള്ളയാണ് നടക്കുന്നത്. കടൽ തീരം അത് വലിയ കോർപ്പറേറ്റ് കുത്തകളുടെ കയ്യിലാണ്. അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കോർപ്പറേറ്റ് കുത്തകളുടെ കയ്യിലാണ്. അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ഈ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടേതായിട്ടുള്ള ദുസ്ഥിതിയെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ടുകൾ വരുന്നില്ല. മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തലും അടക്കം രാജ്യത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. ഗുജറാത്തിലും നടക്കുന്നുണ്ട്. അവിടെ പലയിടങ്ങളിലും അവിടെ സന്ദർശിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ കോർപ്പറേറ്റുകളുടെ ഒരു പ്രോക്സി സർക്കാരാണ്.
കോർപ്പറേറ്റുകളാണ് തീരുമാനിക്കുന്നത്. ചില വിമാനത്താവളങ്ങളിൽ അവിടെ വിമാനം ഇറക്കാനും വിമാനത്തിൽ യാത്രക്കാരെ കൊണ്ടുപോകാനും ഒക്കെയായി ഗുജറാത്തിലെ ചില വിമാനത്താവളങ്ങളിൽ ഇന്ത്യയിലെ ചില കോർപ്പറേറ്റുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. ഇത് കോൺഗ്രസിന് ഈ കാര്യങ്ങളിൽ അവിടെ നിരവധി പ്രക്ഷോഭങ്ങൾ, ഇപ്പൊ പട്ടേൽ സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ അതിന്റെ പട്ടേൽ സമുദായം എന്നത് വാസ്തവത്തിൽ അവര് ഒരു ഭൂ ഉടമകളായിട്ടുള്ള ഒരു വിഭാഗമാണ്. പക്ഷെ ഭൂ ഉടമകളായിട്ടുള്ള വിഭാഗത്തിന് പോലും കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതാകുമ്പോൾ അവരടക്കം പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ അവിടുത്തെ സാമൂഹ്യ ചുറ്റുപാടുകളുടെ പ്രതിഫലനമാണ് കാണിക്കുന്നത്. ഇവിടെ വല്ലാത്തതായിട്ടുള്ള ജനവികാരം BJPക്കെതിരായി അവിടെ നിലവിലുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ MLA-മാരായിട്ടുള്ള ആളുകൾ അവർ കൂറുമാറുന്നു എങ്കിൽ അവരുടെ പ്രതിബദ്ധത എന്നത് തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളോടാണോ, അതല്ല തങ്ങൾക്ക് മുമ്പിൽ ഈ കഴുതയ്ക്ക് മുമ്പിൽ കാരറ്റ് കെട്ടി കാണിക്കുന്നത് പോലെ അങ്ങനെ ഈ കിട്ടാനുള്ള നക്കാനുള്ള എന്തെങ്കിലും അത്തരത്തിലുള്ള നോട്ടുകെട്ടുകളോടാണോ എന്നുള്ളത് ചരിത്രം തെളിയിക്കട്ടെ. യെസ്, വളരെ നന്ദി ശ്രീ സമ്പത്ത് MP അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും ഇതുവരെയും തുടർന്ന ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ പരിസമാപ്തി എന്ന രീതിയിൽ അഹമ്മദ് പട്ടേൽ പരാജയത്തിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. സന്തോഷ് ചേരുന്നുണ്ട് വോട്ടെടുപ്പിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് തന്നെ. സന്തോഷ്, എന്താണ് പുതുതായി കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? സൗമ്യ, വളരെ സുപ്രധാനമായ ഒരു കാര്യം, അഹമ്മദ് പട്ടേലിന് ആശ്വാസം നൽകുന്ന ഒരു അട്ടിമറിക്ക് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. NCP അഹമ്മദ് പട്ടേലിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് NCPയുടെ നേതാവ് MLA ജയന്ത് പട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നു. തങ്ങൾ UPA-യുടെ ഭാഗമാണ്, അതുകൊണ്ട് അഹമ്മദ് പട്ടേലിനാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 MLA-മാരാണ് NCPക്കുള്ളത്, ജഡേജയും ജയന്ത് പട്ടേലും. രണ്ടുപേരും അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് വോട്ടിംഗ് ചെയ്തതിന് ശേഷം ജയന്ത് പട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വളരെയധികം ആശ്വാസം അഹമ്മദ് പട്ടേലിന് ലഭിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം നേരത്തെ NCPയുടെ 2 MLA-മാർ BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വോട്ടിങ്ങിന് ശേഷമാണ് അഹമ്മദ് പട്ടേലിനാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ള പ്രതികരണം NCP MLA-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. യാഥാർത്ഥ്യമാണെങ്കിൽ, അത്തരത്തിൽ വോട്ട് ചെയ്തതാണെങ്കിൽ 44 MLA-മാർ, അതായത് അഹമ്മദ് പട്ടേലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ബാംഗ്ലൂരുവിലെ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന 44 MLA-മാരും ഒപ്പം NCP നേതാവ് ഇപ്പോൾ പറഞ്ഞതുപോലെ NCPയുടെ 2 വോട്ടുകളും ലഭിക്കുകയാണെങ്കിൽ 46 വോട്ടുകൾ അഹമ്മദ് പട്ടേലിന് ജയിക്കും. അങ്ങനെയാണെങ്കിൽ അഹമ്മദ് പട്ടേലിന് രാജ്യസഭയിൽ എത്താൻ കഴിയും. 45 വോട്ടുകൾ മാത്രമാണ് ജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതായത് ഈ 44 MLA-മാരുടെ ഇടയിൽ നിന്നും വോട്ടുകൾ മറിയാതിരിക്കുകയും അടിയൊഴുക്കുകൾ സംഭവിക്കാതിരിക്കുകയും NCP നേതാവ് പറഞ്ഞതുപോലെ 2 വോട്ടുകൾ അഹമ്മദ് പട്ടേലിന് ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അഹമ്മദ് പട്ടേൽ രാജ്യസഭയിൽ എത്തും. ഏതായാലും വലിയ ഒരു അട്ടിമറിയിലേക്ക് നീങ്ങുന്നു. അഹമ്മദ് പട്ടേൽ തോൽക്കും എന്നുള്ള പ്രചരണങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് NCPയുടെ വോട്ട് അഹമ്മദ് പട്ടേലിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് NCP MLA-മാർ തന്നെ അവിടെയാണ്. അതായത് NCPയുടെ 2 വോട്ടുകൾ കൂടി ലഭിക്കും. അങ്ങനെയെങ്കിൽ 44 MLA-മാർ, മാറ്റി നിർത്തിയിരുന്ന 44 റിസോർട്ടിലായിരുന്ന 44 MLA-മാർ പ്ലസ് ഈ 2 NCPയുടെ വോട്ടും കൂടി വരുമ്പോൾ 46 എന്നത് 45 മറികടക്കാനാകും. രാജേന്ദ്രൻ, പക്ഷെ അപ്പോഴും ഇതിനകത്തൊരു വിഷയമുള്ളത്, കൂടെ നിന്നവരല്ല ഇവരും രക്ഷിച്ചിരിക്കുന്നത്. NCP അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ്. എന്നാൽ നേരത്തെ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു NCPയുടെ നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഈ 44 MLA-മാരെ തന്നെ പൂർണ്ണമായും എത്രത്തോളം വിശ്വാസത്തിലെടുക്കാനാവും, ഒരു പക്ഷേ ജയിച്ചാൽ പോലും? അത് തീർച്ചയായിട്ടും 44 MLA-മാരെ കോൺഗ്രസിന്റെ ഇന്ന് കോൺഗ്രസ് അധികാരത്തിലുള്ള അത്യപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. അവിടെ ഭരണത്തിന്റെ പിന്തുണയുണ്ട്. അങ്ങനെയാണ് ഈ 44 MLA-മാരെ കർണാടകത്തിൽ കൊണ്ടുവന്ന് അവരെ ഒപ്പം നിർത്തി, അവരെ അനുനയിപ്പിച്ച്, അവർക്ക് അതിലെ പലർക്കും തന്നെ വലിയ വാഗ്ദാനങ്ങളെല്ലാം നൽകി അവരെ ഒപ്പം നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആ 44 MLA-മാരും NCPയുടെ 2 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 46 വോട്ടോടു കൂടി അഹമ്മദ് പട്ടേലിനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാം, വീണ്ടും രാജ്യസഭാംഗമാവാം. പക്ഷേ ഇതിനകത്ത് അറിയാനുള്ളൊരു കാര്യം, കോൺഗ്രസിനകത്ത് ആ 44 MLA-മാരിൽ എത്ര പേർ കോൺഗ്രസ് അഹമ്മദ് പട്ടേലിന് തന്നെ വോട്ട് ചെയ്തു എന്നതാണ്. കാരണം ഇതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇതിനകത്തെ തന്നെ പലരും തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് മറുകണ്ഠം ചാടി BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ച് മന്ത്രിമാരാകാമെന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ അവർക്ക് BJP നേതൃത്വം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 44 പേരിൽ എത്ര പേർ അഹമ്മദ് പട്ടേലിന് തന്നെ വോട്ട് ചെയ്തു എന്നതായിരിക്കും ഏറ്റവും നിർണായകമാവുക. ഇപ്പോൾ സന്തോഷ് പറഞ്ഞത് പ്രകാരമുള്ള കണക്കൂട്ടലുകൾ വളരെ ശരിയാണ്. കാരണം 44 കോൺഗ്രസ് MLA-മാരും NCPയുടെ 2 MLA-മാരും ചേർന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന് ആവശ്യം 45ആണ്. അത് മറികടന്ന് 46 MLA-മാരുടെ പിന്തുണയോടുകൂടി അഹമ്മദ് പട്ടേലിന് വീണ്ടും രാജ്യസഭാംഗമാവാം.
അഹമ്മദ് പട്ടേൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യം, മാധ്യമങ്ങളെല്ലാം പറയുന്നൊരു കാര്യം, അഹമ്മദ് പട്ടേൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. പട്ടേൽ പരാജയപ്പെട്ടാൽ അത് അഹമ്മദ് പട്ടേലിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മാത്രമല്ല ഈ കോൺഗ്രസിനെ കനത്ത തിരിച്ചടിയാവും. കാരണം സ്വന്തം തട്ടകത്തിൽ ഈ അഹമ്മദ് പട്ടേലിനെ ജയിക്കാനാവുന്നില്ല, ഒപ്പമുള്ള MLA-മാരെ നിലനിർത്താൻ സാധിക്കുന്നില്ല, മറ്റ് കക്ഷികൾ ഒപ്പം നിർത്തേണ്ട കക്ഷികളെ ഒപ്പം നിർത്താൻ സാധിക്കുന്നില്ല. കോൺഗ്രസിനെ കൊണ്ട് ഒരിക്കലും തന്നെ ഒരു മതേതര പാർട്ടികളുടെ കൂട്ടായ്മ നയിക്കാൻ സാധിക്കില്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കപ്പെടും. അതോടൊപ്പം തന്നെ നേരെ തിരിച്ച് അഹമ്മദ് പട്ടേൽ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP അധ്യക്ഷൻ അമിത്ഷായ്ക്കും അത് കനത്ത തിരിച്ചടിയാവും. കാരണം ഈ രണ്ടുപേരുടെയും തട്ടകമാണ്. എന്ത് വില കൊടുത്തും അവിടെ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക, ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇപ്പോൾ അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട രണ്ട് അജണ്ടകളാണ്. ഒന്ന്, കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക, കേരളത്തിൽ CPM-നെ ദുർബലപ്പെടുത്തി BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്ത് അവിടെ വീണ്ടും അധികാരത്തിൽ വരിക. കാരണം ഗുജറാത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാണ്, ഗുജറാത്ത് സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. അവിടെ നിരന്തരം സമരങ്ങളാണ്. കർഷക സമരം, പട്ടേൽമാരുടെ സമരം, ദളിതരുടെ സമരം, ആ രീതിയിൽ രജപുത്രരുടെ സമരം, ഇങ്ങനെ അവിടെ സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. ഈ ജനവികാരത്തെ മറികടക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പരമാവധി MLA-മാരെ ഇങ്ങോട്ട് ചാക്കിട്ട് പിടിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തണം. അതിനുള്ള എല്ലാ ആയുധങ്ങളും തന്നെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പുറത്തെടുത്തിരുന്നു. സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ ഇത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടാറില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂറുമാറി വോട്ട് ചെയ്ത് ജയിക്കുമെന്ന് കരുതുന്ന പലരും തന്നെ പരാജയപ്പെടാറുണ്ട്. പക്ഷേ മറ്റ് രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രാധാന്യമാണ് ഇത്തവണ ലഭിച്ചത്. അമിത്ഷാ മത്സരിക്കുന്നുണ്ട്. അമിത്ഷാ BJPക്ക് അവിടെ അങ്ങനെ രണ്ടുപേരെ BJPക്ക് തെരഞ്ഞെടുത്തയക്കാനുള്ള അംഗബലമുണ്ട്. അവിടെ മത്സരിക്കുന്നത് ഒന്ന് അമിത്ഷായാണ്, മറ്റൊന്ന് സ്മൃതി ഇറാനിയാണ്. കോൺഗ്രസിന് ഒരാളെ ജയിപ്പിക്കാനുള്ള അംഗബലമുണ്ട്. അവിടെ അഹമ്മദ് പട്ടേൽ മത്സരിക്കുന്നു. എന്നാൽ ഈ മൂന്നും BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വലിയൊരു ആധിപത്യം ഉറപ്പിക്കുക എന്ന ഒരു കണക്കൂട്ടലോടെയാണ് BJP അവിടെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തിരിച്ചടി ആര് ജയിച്ചാലും, അഹമ്മദ് പട്ടേൽ ജയിച്ചു കഴിഞ്ഞാൽ അത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കനത്ത തിരിച്ചടിയാവും. നേരെ തിരിച്ച് അഹമ്മദ് പട്ടേൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അത് കോൺഗ്രസിനും കനത്ത തിരിച്ചടിയാവും. സന്തോഷ്, സ്വാഭാവികമായും ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഈ 44 MLA-മാരുടെ നിലപാട് തന്നെയാണ്. ഈ 10 സന്തോഷ് പറഞ്ഞോളൂ. സൗമ്യ, മറ്റൊരു സുപ്രധാനമായ വാർത്തയും ഗുജറാത്തിൽ നിന്ന് വരികയാണ്. NCPയുടെ വോട്ട് ഭിന്നിച്ചിരിക്കുന്നു. അതായത് 2 വോട്ടുകളാണ് NCPക്കുള്ളത്. അതിൽ ജയന്ത് പട്ടേലിന്റെ വോട്ട് അഹമ്മദ് പട്ടേലിനും അതോടൊപ്പം തന്നെ ജഡേജയുടെ വോട്ട് ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള, കണ്ടൽ ജഡേജയുടെ വോട്ട് BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വോട്ടാണ് NCPക്കുള്ളത്. ഒന്ന് അഹമ്മദ് പട്ടേലിനും ഒന്ന് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ മൂന്നാമത്തെ സീറ്റിലേക്ക് നടക്കുന്നത്. അഹമ്മദ് പട്ടേലിന്റെ നില പരുങ്ങലിൽ തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ 44 MLA-മാരിൽ ഒരംഗമെങ്കിലും കൂറുമാറിയും വോട്ട് പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പിൽ നോട്ട ഉൾപ്പെടെയുണ്ട്. അങ്ങനെ ആർക്കും വോട്ട് ചെയ്യാതെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൂറുമാറുകയോ ചെയ്താൽ അഹമ്മദ് പട്ടേൽ പരാജയപ്പെട്ടേക്കാം. NCPയുടെ വോട്ടിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ 1 വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ. അതായത് സന്തോഷ്, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു നെക്ക് ടു നെക്ക് എന്ന വിഷയത്തിലേക്ക് തന്നെ, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോലും കാര്യങ്ങൾ പോകേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ NCPയുടെ 1 വോട്ട് മാത്രമാണ് അഹമ്മദ് പട്ടേലിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ റിസോർട്ടിൽ താമസിപ്പിച്ചിരുന്ന 44+1 എന്ന രീതിയിൽ കറക്റ്റ് 45 വോട്ട് കിട്ടി അഹമ്മദ് പട്ടേൽ ജയിക്കേണ്ടതാണ്. എന്നാൽ ഈ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ 44 MLA-മാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും മാറ്റിക്കുത്തിയാൽ, അല്ലെങ്കിൽ ഒരു അസാധു വോട്ട് വന്നാൽ, നോട്ട വന്നാൽ ഒക്കെ തന്നെയും കാര്യങ്ങൾ തകിടം മറിയും. അങ്ങനെയാണോ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സന്തോഷ്? സൗമ്യ, ഫോട്ടോ ഫിനിഷിലേക്കാണ് ഗുജറാത്തിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ സീറ്റിൽ ആര് വിജയിക്കും എന്നുള്ളത് പ്രവചനാതീതമായി തുടരുകയാണ്. എന്തായാലും ആശ്വസിക്കാനുള്ള വക ഇപ്പോഴും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും സോണിയ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ അഹമ്മദ് പട്ടേലിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. 44 റിസോർട്ടിൽ താമസിപ്പിച്ച 44 MLA-മാരുടെയും 1 NCP MLA-യുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഗുജറാത്തിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. പക്ഷേ സൗമ്യ സൂചിപ്പിച്ചത്
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 44 MLA-മാരിൽ ഏതെങ്കിലും വോട്ടുകൾ അസാധുവാകുകയോ അല്ലെങ്കിൽ നോട്ടേക്ക് പോകുകയോ അതുമല്ലെങ്കിൽ കുതിരക്കച്ചവടം നടന്നിട്ടുണ്ടാവാനുള്ള സാഹചര്യത്തിൽ BJP-യിലേക്ക് മറിയുകയോ ചെയ്താൽ അഹമ്മദ് പട്ടേലിന് വിജയിച്ച് വരാൻ കഴിയില്ല. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രം അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് ഗുജറാത്തിലെ ഒഴിവുള്ള രാജ്യസഭാ സീറ്റ് 3ാമത്തെ സീറ്റിലേക്കുള്ള മത്സരം ഇപ്പോൾ നടക്കുന്നത്. സൗമ്യ, രാജേന്ദ്രൻ, ഒരു പക്ഷേ അതാണ്, അതായത് ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ 44 MLA പോലും വിശ്വാസത്തിലെടുക്കാൻ അഹമ്മദ് പട്ടേലിന് പോലും ആകില്ല. കാരണം ഇത്രയും ദിവസം കണ്ടത് അതുതന്നെയാണ്. വഗേലയെ പോലും ഇത്രയും വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും വഗേലയെ ഏതെങ്കിലും വിധത്തിലൊക്കെ പിടിച്ചു നിർത്താൻ പോലും ആയിട്ടില്ല എന്നുള്ളതും പ്രത്യക്ഷമായി തന്നെ BJP-ക്കാണ് വോട്ട് ചെയ്തത് എന്ന ഒരു നിലപാട് അറിയിക്കലിലേക്കൊക്കെ വഗേല പോയ സാഹചര്യവും ഒക്കെ മുൻപിലുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റിസൾട്ട് എന്തായാലും അതൊരു വലിയ മുന്നറിയിപ്പാണ്. കോൺഗ്രസ് ഇത്തവണ അഹമ്മദ് പട്ടേൽ രക്ഷപ്പെട്ടാലും ഇത്രയും വലിയൊരു കുതിര കച്ചവടത്തിലേക്ക് കാര്യങ്ങൾ പോയി ഏത് നിമിഷവും തകർന്നടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ വിഷയത്തിൽ അവശേഷിക്കുന്നില്ലേ രാജേന്ദ്രൻ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ NCP-യുടെ കാര്യം തന്നെ എടുക്കാം. അല്പം മുമ്പ് സന്തോഷ് പറഞ്ഞൊരു കാര്യം, NCP-ക്ക് 2 MLA-മാരാണുള്ളത്. NCP എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് തന്നെ ഈ സർക്കാർ 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എല്ലാ ഘട്ടത്തിലും ഇതുവരെ ഈ പ്രതിപക്ഷത്തോടൊപ്പം കോൺഗ്രസിനോടൊപ്പമാണ് NCP-യുടെ 2 MLA-മാരും നിന്നിരുന്നത്. അവരെല്ലാം തന്നെ സർക്കാരിനെതിരെയുള്ള സമരങ്ങളിൽ പങ്കാളിയായിരുന്നു, സർക്കാരിനെതിരായ നിലപാട് കൈക്കൊണ്ടു. എന്നാൽ അതിനകത്ത് ഒരു MLA BJP-ക്ക് വോട്ട് ചെയ്തു, ഒരു MLA ഈ അഹമ്മദ് പട്ടേൽ വോട്ട് ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് തന്നെ NCP-യുടെ ദേശീയ നേതൃത്വം NCP MLA-മാർക്ക് വിപ്പ് നൽകിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് രഹസ്യമായി നടക്കുന്ന ഒരു വോട്ടെടുപ്പാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ രഹസ്യമായി നടക്കുന്ന ഒരു വോട്ടെടുപ്പാണ്. അതിനകത്ത് വിപ്പ് നൽകിയാൽ തന്നെ ഈ ആർക്ക് വോട്ട് ചെയ്തു, NCP-യുടെ 2 MLA-മാർ ആർക്ക് വോട്ട് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ വിപ്പിന് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ പറയാം, NCP-യുടെ ദേശീയ നേതൃത്വത്തിൽ പറയാം, ഞങ്ങൾ വിപ്പ് നൽകിയിരുന്നു, ഞങ്ങൾ BJP-യെ തോൽപ്പിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വിപ്പ് നൽകിയിരുന്നു, അത് ലംഘിച്ചു എന്ന് പറഞ്ഞ് നടപടിയെടുക്കുക. ആ രീതിയിൽ അവർക്ക് മുഖം രക്ഷിക്കാനോ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പറയാം. പക്ഷെ നമുക്ക് NCP-യുടെ കാര്യങ്ങൾ, NCP-യുടെ ഈ അവസരവാദപരമായ നിലപാടുകൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവയിൽ കോൺഗ്രസിനോടൊപ്പമാണ് NCP മത്സരിച്ചിരുന്നത്. പക്ഷേ BJP സർക്കാരിനെ പിന്തുണയ്ക്കാനായി മറുകണ്ഠം ചാടി. ഒന്നും വേണ്ട, ശരത് പവാറിന്റെ മഹാരാഷ്ട്രയിൽ പോലും അവിടുത്തെ BJP സർക്കാരിനെയാണ് NCP പിന്തുണച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടികളെ ഒന്നും തന്നെ വിശ്വാസത്തിലെടുക്കാവുന്ന രീതിയിൽ ഒപ്പം നിർത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആശയപരമായി ഗുജറാത്തിൽ എന്നല്ല രാജ്യത്തുടനീളം BJP-യെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് സാധിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ജയറാം രമേശിന്റെ പ്രസ്താവന പറഞ്ഞു. അതേപോലെ അല്പം മുമ്പ് സമ്പത്ത് ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ പോകുന്ന ഒരാളാണ്. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുന്ന ഒരു നേതാവാണ്. ഈ നെഹ്റു കുടുംബത്തിന്റെ ഒരു മുഖമാണ് അദ്ദേഹം വളരെ ക്രൂരമായ രീതിയിൽ ഗുജറാത്തിൽ വെച്ച്, പ്രധാനമന്ത്രിയുടെ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ അക്രമമുണ്ടായി. എന്നാൽ കാര്യമായ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. ഗുജറാത്തിൽ എന്നല്ല, കേരളത്തിൽ പോലും കാര്യമായ പ്രതിഷേധങ്ങളോ ആ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അവർ ദുർബലമാണ്. അതോടൊപ്പം തന്നെ ഓരോ വിഷയങ്ങൾ കൈക്കൊള്ളുന്ന സമീപനം, ഇപ്പോൾ ശങ്കർ സിംഗ് വാഗേല BJP-യുമായി അടുക്കുന്നു എന്ന വിഷയത്തെ നമ്മൾ കാണേണ്ടത്, ശങ്കർ സിംഗ് വാഗേലെ പോലുള്ള കറകളഞ്ഞ ഒരു RSS-കാരനെ അദ്ദേഹത്തെ എന്തിനാണ് അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ മുഖമായി ഇവർ വളർത്തിക്കൊണ്ടുവന്നത്? തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, ഇദ്ദേഹത്തെ ശങ്കർ സിംഗ് വാഗേല അദ്ദേഹത്തെ BJP-യുടെ ഗുജറാത്ത് അധ്യക്ഷനാക്കുന്നത് ഗുജറാത്ത് കലാപം കഴിഞ്ഞതിന് ശേഷം 2002 ഗുജറാത്ത് കലാപം കഴിഞ്ഞ് നരേന്ദ്രമോദി ഗുജറാത്തിൽ കൂടുതൽ ശക്തനായി വീണ്ടും തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തി വീണ്ടും മുഖ്യമന്ത്രിയാവാനായി അദ്ദേഹം വന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയെ നേരിടാനായി ഒരു ഹിന്ദുത്വ മുഖം തന്നെ വേണം എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ്, ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ശങ്കർ സിംഗ് വാഗേലയെ ഗുജറാത്ത് BJP-യുടെ അധ്യക്ഷനാക്കിയത്. അന്നപ്പോൾ ഹിന്ദുത്വയെ കൊണ്ട് നേരിടുന്നു, ഹിന്ദുത്വയെ ഒരിക്കലും തന്നെ ഹിന്ദുത്വം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഹിന്ദുത്വയെ പ്രതിരോധിക്കണമെങ്കിൽ ഈ മതേതരമായ കാഴ്ചപ്പാടോടുകൂടി മാത്രമേ പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ എന്ന് പലരും തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. അങ്ങനെ വഗേലയെ വളർത്തിക്കൊണ്ടുവന്ന് ഗുജറാത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി ഈ വഗേല അദ്ദേഹം രംഗത്ത് വന്നു. അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. പക്ഷേ ഇതാ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ നേരെ BJP-യോടൊപ്പം പോകുന്നു. എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസിന് അറിയില്ല. കോൺഗ്രസിനാവട്ടെ ഇത് മറികടക്കാനുള്ള സമയമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇത്തരത്തിൽ
ഒന്ന് തന്ത്രപരമായി കോൺഗ്രസിന് പറ്റുന്ന പിഴവ്, രണ്ട് വർഗീയതയെ എങ്ങനെ നേരിടണമെന്നുമായി ബന്ധപ്പെട്ടുള്ള ആശയപരമായ വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഒരു അഭാവം. ഇതെല്ലാമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ വാർത്തകളാണ് നമുക്ക് ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. മറ്റൊരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും കാണാത്ത രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ MLA-മാരുടെ വോട്ടും വളരെ നിർണായകമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്തിമമായ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ സാധിക്കും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അഹമ്മദ് പട്ടേലിന് സീറ്റ് ലഭിക്കുമോ എന്നുള്ള വിഷയത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. റിസോർട്ടിൽ താമസിപ്പിക്കപ്പെട്ട 44 MLA-മാരിൽ ഒരാളുടെ പോലും വോട്ട് മാറിയാൽ പ്രതിസന്ധിയിലേക്ക് എത്തും. കാരണം NCPയുടെ 2 MLA-മാരിൽ ഒരാളുടെ വോട്ട് മാത്രമാണ് ഇപ്പോൾ അഹമ്മദ് പട്ടേലിന് ലഭിച്ചിട്ടുള്ളത്. 44+1 എന്ന രീതിയിൽ 45 വോട്ട് എങ്കിൽ ജയിക്കാനാകും. പക്ഷേ ആ ഒരു MLA എങ്കിലും ഈ 44-ൽ നിന്ന് മാറിയാൽ, അത് അസാധു വോട്ടോ നോട്ടയോ പോലും ആയാൽ അഹമ്മദ് പട്ടേലിന് തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം.